പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ നഷ്ടപരിഹാര തുക കെട്ടിവയ്ക്കാൻ ഉത്തരവിട്ട് ഹൈക്കോടതി. നഷ്ടപരിഹാര തുക സർക്കാർ 10 ദിവസത്തിനുള്ളിൽ കെട്ടിവയ്ക്കണം. മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ച 7 ലക്ഷം രൂപയാണ് കെട്ടിവയ്ക്കേണ്ടത്. കമ്മീഷൻ ഉത്തരവിനെതിരെ ഹർജി സമർപ്പിക്കാൻ സർക്കാർ എന്തുകൊണ്ട് വൈകിയെന്നും കോടതി. വിശദമായ സത്യവാങ്മൂലം സമർപ്പിക്കണമെന്നും ഹൈക്കോടതി. വാട ചന്ദ്രശേഖർ സംസ്ഥാന പോലീസ് മേധാവിയായി ചുമതലയേറ്റു. ADGP H. വെങ്കടേഷ് ബാറ്റൺ കൈമാറി. പ്രഭാതയുടെ ആദ്യ ഔദ്യോഗിക പരിപാടി മുഖ്യമന്ത്രിക്കൊപ്പം കണ്ണൂരിൽ. വെല്ലുവിളികളുള്ള ചുമതലയെന്ന് DGP റവദ ചന്ദ്രശേഖർ. സാധാരണക്കാരന് പോലീസ് സ്റ്റേഷനിൽ നീതി ഉറപ്പാക്കും. പോലീസ് സേനാംഗങ്ങളുടെ സമ്മർദ്ദം ഒഴിവാക്കാനുള്ള നടപടിയുണ്ടാകുമെന്നും റവദ ചന്ദ്രശേഖർ. പോലീസ് മേധാവിയുടെ ആദ്യ വാർത്താ സമ്മേളനത്തിനിടെ നാടകീയ രംഗങ്ങൾ. മാധ്യമപ്രവർത്തകനല്ലാത്തയാൾ ചോദ്യം ചോദിച്ച് DGPക്കരികിൽ. 30 വർഷം കാക്കിയിട്ടിട്ടും നീതി കിട്ടിയില്ലെന്ന് പരാതി. മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകിയിട്ടും നടപടിയില്ല. മറുപടി വേണമെന്നും പരാതിക്കാരൻ. പരാതി പരിശോധിക്കാമെന്ന് പോലീസ് മേധാവി റവദ ചന്ദ്രശേഖർ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയാ പ്രതിസന്ധിക്ക് പരിഹാരം. ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ ആശുപത്രിയിൽ എത്തിച്ചു. ഉപകരണങ്ങൾ എത്തിച്ചത് ഹൈദരാബാദിൽ നിന്ന് രാവിലെ. മുടങ്ങിക്കിടന്ന ശസ്ത്രക്രിയകൾ പുനരാരംഭിച്ചു. മെഡിക്കൽ കോളേജുകളിൽ അടിസ്ഥാന സൗകര്യങ്ങളില്ലെന്ന് ആരോപിച്ച് പ്രതിഷേധവുമായി കോൺഗ്രസ്. സർക്കാർ മെഡിക്കൽ കോളേജുകളിലേക്ക് പ്രതിഷേധ മാർച്ച്. ആരോഗ്യ കേരളം വെന്റിലേറ്ററിലെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ കൊച്ചിയിൽ. ആരോഗ്യവകുപ്പിന് പിടിപ്പെട്ട രോഗം PR ആണെന്ന് ഷാഫി പറമ്പിൽ MP. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്രതിസന്ധിയിൽ സൂപ്രണ്ട് ഓഫീസിലേക്ക് BJP മാർച്ച്. ആരോഗ്യവകുപ്പിനെ വീണ ജോർജ് അസ്ഥികൂടമാക്കി മാറ്റിയെന്ന് BJP നേതാവ് K. സുരേന്ദ്രൻ. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ ആരോഗ്യനില അതീവ ഗുരുതരമെന്ന് മെഡിക്കൽ ബുള്ളറ്റിൻ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ സംഘവും ചികിത്സയ്ക്ക്. രക്തസമ്മർദ്ദവും വൃക്കകളുടെ പ്രവർത്തനവും സാധാരണ നിലയിലായില്ല. നിലവിലെ ചികിത്സ തുടരാൻ വിദഗ്ധ സംഘത്തിന്റെ നിർദ്ദേശം. VSനെ സന്ദർശിച്ച് CPIM ജനറൽ സെക്രട്ടറി MA ബേബി. വയനാട് ചീരാലിൽ ഭീതി പടർത്തിയ പുലി കൂട്ടിലായി. നമ്പ്യാർകുന്ന് കല്ലൂരിൽ വനം വകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ പുലി കുടുങ്ങിയത് വളർത്തുമൃഗങ്ങളെ അടക്കം ആക്രമിച്ച പുലി. കൊൽക്കത്ത ലോ കോളേജിലെ കൂട്ടബലാത്സംഗ കേസിൽ ഇന്ന് പ്രതികളുമായി തെളിവെടുപ്പ്. 3 പ്രതികളെയും കോളേജിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തും. പ്രതികൾക്കെതിരെ വൻ ജനരോഷം. വീടുകളിലേക്കും പ്രതിഷേധ മാർച്ച്. ബലാത്സംഗത്തിന് പ്രതികൾ ഗൂഢാലോചന നടത്തിയതായും കണ്ടെത്തൽ. പ്രതികൾ മറ്റ് വിദ്യാർത്ഥികളോടും മോശമായി പെരുമാറിയെന്നും പോലീസ്. പരമാവധി ശിക്ഷ നൽകണമെന്നും മുഖ്യപ്രതി മനോജിത് മിശ്രയുടെ പിതാവ്. ഹൈദരാബാദിലെ കെമിക്കൽ ഫാക്ടറിയിലുണ്ടായ പൊട്ടിത്തെറിയിൽ മരണം 45ആയി. കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെത്തിയത് രാത്രി നടത്തിയ തെരച്ചിലിൽ. നിരവധി പേരുടെ നില ഗുരുതരം. മരണസംഖ്യ ഇനിയും ഉയർന്നേക്കും. അന്വേഷണം പ്രഖ്യാപിച്ച തെലങ്കാന സർക്കാർ. തമിഴ്നാട് ശിവകാശിയിലെ പടക്ക നിർമ്മാണശാലയിൽ സ്ഫോടനം. ഒരു സ്ത്രീ അടക്കം 5 പേർ മരിച്ചു. നിരവധി പേർക്ക് പരിക്ക്. ഫിഫ ക്ലബ് ഫുട്ബോൾ ലോകകപ്പിൽ ചരിത്രമെഴുതി അൽ ഹിലാൽ ക്വാർട്ടർ ഫൈനലിൽ. സൗദി ക്ലബ് തോൽപ്പിച്ചത് ഇംഗ്ലീഷ് ഫുട്ബോൾ ഭീമന്മാരായ മാഞ്ചസ്റ്റർ സിറ്റിയെ. വിജയ ഗോൾ നേടിയത് എക്സ്ട്രാ ടൈമിൽ. തോൽവിയോടെ മാഞ്ചസ്റ്റർ സിറ്റി ടൂർണമെന്റിൽ നിന്ന് പുറത്ത്. ക്വാർട്ടറിൽ അൽ ഹിലാലിന് എതിരാളികൾ ബ്രസീലിയൻ ക്ലബ് ഫ്ലുമിനൻസ്.